ചപ്പാത്തിപ്പൊടിയിൽ മുക്കിപ്പൊരിച്ച പഴംപൊരി എന്തൊരു ടേസ്റ്റാണ്. കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരി. ഈ പുതിയ ഇൻഗ്രീഡിയൻറ്റിൽ ഇത് കൂടുതൽ രുചിയിലും കൂടുതൽ പുതുമയിലും. ഈ പുതിയ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ പഴംപൊരിക്ക് കൂടുതൽ ക്രിസ്പിനെസ് കിട്ടുന്നു, ടേസ്റ്റ് കൂടുന്നു. വെറൈറ്റി ടേസ്റ്റോട് കൂടിയ ക്രിസ്പി പഴംപൊരി ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പുതിയ ഇൻഗ്രീഡിയൻ്റായ 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയപ്പോൾ അധികമായിട്ട് വന്നതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിടുക. കൂടെ തന്നെ ഒരു വറ്റൽമുളകും. മുളകിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനിയും ഇത് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റുക. അടുത്തതായിട്ട് 1/2 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മറ്റൊരു പാത്രത്തിലോട്ടിടുക. ലേശം ഉപ്പും കൂടെ ഇടുക. കൂടെ 1/2 കപ്പ് വെള്ളമൊഴിച്ച് കട്ടകളില്ലാതെ ഇളക്കിയെടുക്കുക. വെള്ളം ആവശ്യമെങ്കിൽ കൂടുതൽ ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് കൂടെ ചേർക്കുന്നു. എള്ളും ചേർക്കണം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. എന്നിട്ടിത് മാറ്റി വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ഇനി ഏത്തപ്പഴം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ഏത്തപ്പഴം പീസും മാവിൽ മുക്കിയ ശേഷം ചപ്പാത്തിപ്പൊടിയിൽ പുരട്ടിയെടുക്കുക. ചപ്പാത്തിപ്പൊടിയിൽ നിന്നും ഏത്തപ്പഴം പെട്ടെന്ന് എടുത്തു മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് വെക്കണം. ഇങ്ങനെയെല്ലാം വെച്ചതിന് ശേഷം ഓരോന്നും തിളയ്ക്കുന്ന എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയായ പഴംപൊരി റെഡിയായി. ഏത്തപ്പഴം ചപ്പാത്തിപ്പൊടിയിൽ പുരട്ടിയെടുത്ത് എണ്ണയിൽ ഫ്രൈ ആക്കുമ്പോൾ രുചി ഇരട്ടിക്കുന്നു. അതിനാൽ പഴംപൊരി ക്രിസ്പിയും ടേസ്റ്റിയുമായി മാറും. ഒരു വെറൈറ്റി ടേസ്റ്റ്. ചപ്പാത്തി അധികം കയ്യിലുള്ളപ്പോൾ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.